ഫോട്ടോഷോപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾക്ക് ഈ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്ത് നമ്മൾക്ക് ഈ ഒരു രീതിയിലേക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ വീഡിയോസിൽ പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറി വൈസ് കാണാൻ ശ്രമിക്കാം. അതുപോലെ ഞാൻ ഫോട്ടോഷോപ്പിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഫോട്ടോഷോപ്പ് 1ാമത്തെ എപ്പിസോഡ് തൊട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് പോകാം. ഞാനിവിടെ ഫയലിൽ പോയിട്ട് 2 ഫോട്ടോസുകൾ ഓപ്പൺ ചെയ്യുന്നു. 2 ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഏതെങ്കിലും ട്രൈപോഡിൽ വെച്ചതിന് ശേഷം ഒരു ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയും അതേപോലെ മറ്റൊന്ന് നമ്മൾ പോസ് ചെയ്ത് ഫോട്ടോയും എടുക്കുക. അതിനുശേഷം മൂവ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പോസ് ചെയ്ത ഫോട്ടോ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയിലോട്ട് കൊണ്ടുവരിക. അതിനുശേഷം അത് കറക്റ്റായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയിലോട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ലെയറിൻ്റെ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക. Ctrl+J അമർത്തിക്കൊണ്ട് അതിനുശേഷം ഏറ്റവും മുകളിലത്തെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇടത് ഭാഗത്ത് ടൂൾസിൽ ഇറേസ് ടൂള് സെലക്ട് ചെയ്യുക. ആദ്യത്തെ ടൂള് ഇറേസ് ടൂള് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഹാർഡ്നെസ് 100% കൊടുക്കുക. അതിൻ്റെ സൈസ് നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഇറേസ് ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ ഇറേസ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനെയൊരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഫോട്ടോഷോപ്പ് നമ്മളെ കാണിക്കുന്നത് ഏറ്റവും മുകളിലത്തെ ലെയർ ആയിരിക്കും ഏറ്റവും ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ലെയറിൽ നമ്മൾ ഇതേപോലെ ഇറേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ലെയർ ആയിരിക്കും നമ്മൾക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ തൊട്ട് താഴെയുള്ള ലെയർ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്ത ഫോട്ടോയാണ് ഇവിടെ അതിൻ്റെ തൊട്ട് താഴത്തെ ലെയറായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഇറേസ് ടൂളിൻ്റെ ഹാർഡ്നെസ് 0 സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാനൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുന്നു. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ക്യാമറ ഇങ്ങനെ എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ എക്സ്പോഷർ എപ്പോഴും ലോക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. ഞാൻ ഇത് മൊബൈലിലെടുത്ത ഫോട്ടോയാണ്, അതുകൊണ്ട് തന്നെ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഞാൻ ഹാർഡ്നെസ് 0 വെച്ച് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇറേസ് ചെയ്തു. ഇപ്പോഴും വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ എഡിറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് മറ്റുള്ള കളർ ബാലൻസ് ഒക്കെ ചെയ്യുവാൻ വേണ്ടി ഇതിൻ്റെ ഒരു സ്റ്റാമ്പ് ഇമേജ് എടുക്കണം. അതിനുവേണ്ടി കീബോർഡിൽ Ctrl+Alt+Shift+E അമർത്തി കൊടുക്കുക. അപ്പോൾ ആ ലെയേഴ്സിൻ്റെ എല്ലാം ഒരു സ്റ്റാമ്പ് ഇമേജ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഫിൽറ്ററിൽ പോവുക. അവിടെ ക്യാമറ റോ ഫിൽറ്റർ സെലക്ട് ചെയ്യുന്നു. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസുകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്, അതായത് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ 1ാമത്തെ എപ്പിസോഡ് തൊട്ട് കാണുക. ഇവിടെ ഞാൻ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സുകളൊക്കെ ഈ ഫോട്ടോയ്ക്ക് മാച്ച് ആവുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുന്നു. കളേഴ്സും അതേപോലെ തന്നെ മറ്റുള്ള സെറ്റിങ്സുകളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓക്കെ കൊടുക്കാം. നമുക്കിനി ഇതിൻ്റെ കുറച്ച് ബ്രൈറ്റ്നസ്സും കൂടി കുറച്ച് കൊടുക്കാം. അതിനു വേണ്ടി ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് കുറച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോഴും നമ്മളുടെ എഡിറ്റ് വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇനി നമ്മൾക്കിത് സേവ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട്. ഇത് നമ്മൾ എന്ത് ചെയ്തതെന്ന് വേറെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ കട്ട് ചെയ്തൊക്കെ വരുവാണെങ്കിൽ നമ്മളെ എഡ്ജൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് എഡ്ജൊക്കെ നോക്കി കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഫോട്ടോ സേവ് ചെയ്യാം. അതിനുവേണ്ടി ഫയലിൽ പോവുക, അവിടെ സേവ് ആസ് കൊടുത്തതിന് ശേഷം JPG ഫോർമാറ്റ് സെലക്ട് ചെയ്ത് സേവ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ എനേബിൾ കൂടി ചെയ്യാൻ മറക്കേണ്ട.